നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കൂത്താളി യോധ സോൾജിയേഴ്സ് ക്ലബ്ബ് 8ാം വാർഷികാഘോഷവും കുടുംബസംഗമവും പേരാമ്പ്ര ദയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൂത്താളി AUP സ്കൂൾ ഹെഡ്മാസ്റ്റർ ആദർശ് പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷമായി കൂത്താളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യോധ സോൾജിയേഴ്സ് ക്ലബിന്റെ 8ാം വാർഷികാഘോഷവും കുടുംബസംഗമവും പേരാമ്പ്ര ദയ ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. തിരുനാമതാരിൽ ഞാൻ സകലതും നൽകിടുന്നു. യോധ സെക്രട്ടറി പുളിയുള്ളതിൽ ശശി ചടങ്ങിന് സ്വാഗതം പറഞ്ഞതോടെ കുടുംബസംഗമത്തിന് തുടക്കമായി. യോധ പ്രസിഡന്റ് ജയകൃഷ്ണൻ TT ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൂത്താളി AUP സ്കൂൾ ഹെഡ്മാസ്റ്റർ ആദർശ് പുതുശ്ശേരി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. 3 വർഷമായി കൂത്താളി AUP സ്കൂളിൽ ഹെഡ്മാസ്റ്ററായിട്ട് അതിനു മുമ്പേ തന്നെ ഏതാണ്ട് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദവും സ്നേഹവും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വളരെ അഭിമാനത്തോടുകൂടിയാണ് ആ സ്നേഹവും സൗഹൃദം കാത്തു സൂക്ഷിച്ചത്. വളരെ ആദരവോടെയാണ് ഒരു കാലത്ത് ഞാനൊക്കെ വരുമ്പോൾ ഇവരൊക്കെ തന്നെ കൂത്താളിയുടെ സാമൂഹ്യ മണ്ഡലത്തിൽ നല്ല ഇടപെടുന്നവരായിരുന്നു. ആദ്യമൊക്കെ പരിചയപ്പെടാൻ പേടിയായിരുന്നു. കാരണമല്ല, നമ്മൾ എത്രയോ വലിയ ആളുകൾ പക്ഷെ പരിചയപ്പെട്ടു, സ്നേഹബന്ധങ്ങൾ കൂടി, ഏറ്റവും വലിയ സുരക്ഷിത ബോധം വന്നു. ഒരു മുഖ്യാതിഥി ആയിട്ടല്ല ഞാനിവിടെ വന്നത്, യോധ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ തന്നെയാണ്. കാരണം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വർഷമായി അതിന്റെ ഓരോ വളർച്ചയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അറിഞ്ഞോ അറിയാതെ അതിൽ പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു 2023 ഹെഡ്മാസ്റ്ററായത് ഞാൻ. അപ്പൊ ഒന്ന് ഞങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തിനൊരു ഘോഷയാത്ര വെക്കേണ്ടത് നിർദ്ദേശം PTA വന്നത്. അപ്പൊ ഞാനത് ചെറിയൊരു പേടിയോടുകൂടിയാണ് ആക്കിയത്. കാരണം കുത്താളി റോഡിന്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വല്ലാണ്ട് രസ രീതിയിൽ പലപ്പോഴും അപകടങ്ങളുള്ളൊരു ഏരിയ. ഞാൻ ആദ്യം ചെയ്തത് സ്വാതന്ത്ര്യത്തിൽ ആരാണോ ഏറ്റവും പങ്കെടുക്കാൻ അർഹത, അത് നമ്മള് ഈ ജവാന്മാർ സോൾജിയേഴ്സ് ആണ്. അവര് ശശിയണ്ണ കണ്ടു. ശശിയണ്ണായിട്ട് ഒരുപാട് വിനോദ, ഇവരൊക്കെ തന്നെ ആത്മബന്ധമുണ്ട്. ഞങ്ങൾ വരും, പക്ഷേ ഞങ്ങൾ എല്ലാവരും വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഘോഷയാത്ര തുടങ്ങി. അതിന്റെ പിന്നില് ഒരു ഉരുക്ക് കോട്ട പോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ നിന്നു. ആ സുരക്ഷിത ബോധം നൽകിയ ഒരു പാഠം ചെറുതല്ല, ഒരുപാട് വലുതാണ്. എല്ലാ വർഷവും ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതുപോലെ നടന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ ദിന പരേഡിലെ മുഖ്യാതിഥികൾ എന്തുകൊണ്ടും അർഹരായ യോധ സോൾജിയേഴ്സ് ക്ലബ്ബാണ്. ഒരുപാട് കാലത്ത് എൻ്റെ ഇടയിൽ പറയുകയാണെങ്കിൽ 92 സ്കൂൾ വന്നത്. അതിനു മുമ്പേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയിരുന്നു നമ്മളെ ഫോഴ്സിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആരോഗ്യമുണ്ടോ എന്നുള്ള കാര്യം വേറെ കാര്യം. SLC കഴിഞ്ഞു, പ്രീ ഡിഗ്രി ആയപ്പോൾ NDA അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അച്ഛന് ഒരു വിദ്യാഭ്യാസ കാര്യത്തിലും പൊതുവേ ഉള്ള ഇതിൽ തന്നെ ഒരു താല്പര്യനായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം എന്താണോ, പക്ഷെ നിനക്കത് പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞു, നമുക്കത് നോക്കാം. പക്ഷെ അന്ന് ഏതോ ഒരു കൂടെ നടക്കുന്ന അച്ഛനെ ആളുകൾ വല്ലാണ്ട് പറഞ്ഞ് പിന്തിരിപ്പിച്ചു. അത് ഭയങ്കര അപകടമാണ്, പോറ് നോക്കാൻ തന്നെ. വീട്ടിൽ വല്ലാണ്ട് ലാളിച്ച് നടന്നുകൊണ്ട് തന്നെ അച്ഛനെ അനുകൂലിച്ചിട്ടും അതിനെന്ന് വെച്ചാൽ പലരും ഇടപെട്ട് അതില്ലാണ്ടാക്കി. സങ്കടത്തോടെയാണ് അങ്ങനെ ഡിഗ്രി ചേർന്നു. ആ ഡിഗ്രിയാണ് എൻ്റെ ഒരു ജീവിതം മാറ്റിമറിച്ച സംഭവം ഉണ്ടായത്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ദേവരി കോളേജിൽ അവിടെ മാഗസിൻ എഡിറ്റർ ആയിരുന്നുള്ളത്. അപ്പൊ അതിൽ ഞാനൊരു മാഗസിൻ നമ്മൾ ചെയ്യുന്നു. അപ്പോഴാണ് പറയുന്നത് അവിടെ NCC ബാരക്സിൽ ബ്രിഗേഡിയർ റാങ്കുള്ള ഒരു ഓഫീസർ, പഞ്ചാബിലുള്ള ബഹുമാനപ്പെട്ട ഓഫീസർ ആയിരുന്നു. അദ്ദേഹം ഇന്നില്ല. കുറെ മുമ്പ് 87 കാലഘട്ടത്തിലാണ് ശ്രീലങ്കയിൽ ആ ആക്ഷൻ നടന്ന സമയത്തൊക്കെയാണ് ഒരു ഇന്റർവ്യൂ നടത്താൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി. ഞങ്ങൾ 3 പേർക്ക് വളരെ നിബന്ധനകളോടുകൂടിയാണ് അത് കിട്ടിയത്. ഒന്ന് ഭാഷയുടെ പ്രശ്നമായിരുന്നു, പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. ഒരുപാട് സെക്യൂരിറ്റികളൊക്കെ ഉള്ള സമയത്തായിരുന്നു. രാജീവ് ഗാന്ധി ശ്രീലങ്കയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട സമയത്തൊക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അരമണിക്കൂർ ഇന്റർവ്യൂ ആണെങ്കിലും അത് ജീവിതത്തെ വല്ലാണ്ട് മാറ്റിമറിച്ചു. വിനോദ് കുമാർ, ഓമന അമ്മ, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജ സത്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് രതീഷ് K ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് യോധ വനിതാ വിങ്ങിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
सभी बुलाते हैं कलियां दे कुछ में कुछ होती फूलों में नाच तुम्हारा सबका मन बहलाती है प्यारी तितली रानी ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.